ഈ വർഷം തെലുഗു ലാംഗ്വേജിൽ ഇറങ്ങിയ ഒരു റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ് എട്ട് വസന്തലു. മലയാളത്തിൽ പറഞ്ഞാൽ എട്ട് വസന്തങ്ങൾ. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഫനീന്ദ്ര നർസേറ്റി. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ആനന്ദിയ സനിൽ കുമാർ എന്ന് പറയുന്ന ആക്ട്രസ് ആണ്. ഇത് ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള സ്റ്റോറിയാണ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് നായിക അച്ഛനില്ലാതെ അമ്മ വളർത്തുന്ന ഒരു പെൺകുട്ടിയാണ്. അവള് മാർഷൽ ആർട്സ് പഠിക്കുന്നുണ്ട്. അതുപോലെ അവളൊരു റൈറ്റർ കൂടിയാണ്. ഇവളുടെ ലൈഫാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ കാണിക്കുന്നത് ഇവളുടെ 8 വസന്തങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. അങ്ങനെ ഇവളുടെ ലൈഫ് കാണിക്കുന്നു. ഇവള് മാർഷൽ ആർട്സ് പഠിക്കാൻ പോകുന്നതും, അല്ല, ഇവൾ ഓൾറെഡി മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ അവിടെ വരുന്ന ഒരാളുമായിട്ട് ഇഷ്ടത്തിലാകുന്നതും, ഇൻട്രോയിൽ വരെ ആ ഒരു സ്റ്റോറിയിൽ പോകുന്നതും, പിന്നെ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ വേറൊരു സ്റ്റോറിയൊക്കെ ആയിട്ട് പോകുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഇത് ലവ് സ്റ്റോറിയാണ് ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. പിന്നെ മാർഷൽ ആർട്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള മാർഷൽ ആർട്സും കാര്യങ്ങളൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞ മാർഷൽ ആർട്സിന്റെ ബന്ധം എന്താണെന്ന് മനസ്സിലാകാത്ത രീതിയിലാണ്. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല രസമായിട്ടുള്ള ഒരു സിനിമയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എന്തൊക്കെയോ അവളായിട്ട് ഒരു ദിയ സിനിമയൊക്കെ പോലെ, കന്നഡ സിനിമ ദിയയൊക്കെ പോലെ അത്രയും ഹെവി പടം ഒന്നല്ല, എന്നാലും ജസ്റ്റ് കണ്ടിരിക്കാവുന്ന ഒരു ചെറിയ ഒരു നല്ല സിനിമ തന്നെയാണ്. വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതെ ചുമ്മാ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മൂവിയാണ്. പിന്നെ ഇതിൻ്റെ അകത്തെ നായികയുടെ പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇമോഷൻസും കാര്യങ്ങളും എല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് പോകുന്ന ഒരു സിനിമയാണ്. ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളപ്പോൾ ഉറപ്പായിട്ടും കണ്ടു നോക്കാവുന്ന ഒരു സിനിമ.